കൊണ്ടാണോ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കൂടുതലായിട്ടും മെയിൽ ഹോർമോൺസ് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ വരാനുള്ള കാരണം? അത് മെയിൽ ഹോർമോണും ഫീമെയിൽ ഹോർമോണും ഒരു കോമൺ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആൻഡ്രജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ വരെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മീതെ ഒരു എൻസൈം ആക്ട് ചെയ്തിട്ടാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണുകളായി കൺവേർട്ട് ചെയ്യുന്നത്. ആ സ്റ്റെപ്പിൽ ഈ എൻസൈമിന് ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ആൻഡ്രജൻ എക്സസ് വരുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ മെയിൽ ഹോർമോൺസ് കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് പുരുഷന്മാരെ പോലെ ഹെയർ ഗ്രോത്തും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഈ സ്കാൻ ഫൈൻഡിങ്ങിൽ നമ്മൾ മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ആണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഈ ഓവുലേഷനുള്ള മെഡിസിൻ കൊടുക്കുമ്പം ചിലപ്പോൾ നമ്മൾ കൂടുതൽ, ഇപ്പം നമ്മൾ ഒരു ഫോളിക്കിളാണ് ഓവുലേറ്റ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിച്ചാലും പലപ്പോഴും കൂടുതലായിട്ടത് വളർന്നു വരുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഓവുലേഷനുള്ള മെഡിസിൻ കൊടുക്കുമ്പം PCO ഉള്ളവർക്ക് നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത്? ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ക്ലോമിഫിൻ സിട്രേറ്റ് എന്ന് പറയുന്ന മരുന്നാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിക്കുമ്പോൾ ചില ആളുകളിൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടാവും. അതായത് അണ്ടാശയത്തിൽ തന്നെ സിസ്റ്റുകൾ വലുതായിട്ട് അത് വലിയ സൈസാവും അണ്ടാശയങ്ങൾ. അതൊന്ന്. അതിൻ്റെ കൂടെ വയറിനകത്ത് വെള്ളം കിട്ടുക, അസൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക. ചിലർക്ക് ചെസ്റ്റിലും വെള്ളം കിട്ടാം. അതൊരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അവരെ അതിനുവേണ്ടി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സിക്കുകയും വേണ്ടി വരാം. അത് അത്ര സാധാരണ അല്ലെങ്കിലും കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തടയുന്നതിനുള്ള പ്രതിവിധികളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇൻസിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. അതൊന്നും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെ സാധ്യത കൂടുന്നുണ്ട്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ട്വിൻ പ്രഗ്നൻസി എല്ലാം കൂടുതലായിട്ട് വരുന്നുണ്ട് ഇങ്ങനത്തെ മരുന്ന് കൊടുത്ത ആളുകളിൽ. ട്വിൻസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല ആളുകൾക്ക്. അതിൽ കൂടുതൽ ട്രിപ്ലറ്റും അതിൽ കൂടുതലും ഒക്കെ വരുമ്പോഴത്തേക്ക് പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എനിക്കൊന്ന് ട്വിൻസിലാകുമ്പോൾ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് തന്നെ കൂടുതലാണ്. കാരണം ഈ PCO പേഷ്യൻസിന് ഓൾറെഡി അവർക്ക് ഡയബറ്റീസ് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ കൂടെ ട്വിൻസ് ഒക്കെ ആകുമ്പം കൂടുതലായിട്ടും പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പം ഈ ഡോക്ടർ പറയുണ്ടായി, അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതലായിട്ട് വരാൻ. അതുപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് പിന്നീട് വരുന്നത്? ഇങ്ങനത്തെ ആളുകളിൽ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, ചിലരിൽ ഈവൻ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ പോലും കാണുന്നുണ്ട്. ചില ആളുകൾക്ക് വേദനയോടുകൂടിയ ഡിസ്പെരൂണിയ എന്ന് പറയും നമ്മൾ. അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാകുക. ചിലർക്ക് വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവുക. ഈ അവസ്ഥകൾ പോലും ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള സ്ത്രീകളിൽ കാണുന്നുണ്ട്. വളരെ സാധാരണമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ കേസുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. പിന്നെ ഇവര് ഗർഭിണിയായി കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഡയബറ്റീസ് ഉണ്ടാകുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. ട്രിപ്ലറ്റ് ഉണ്ടായാലൊക്കെ വരുന്ന കണ്ടീഷൻ, വല്ലാതെ വയറൊക്കെ ഡിസ്റ്റൻഡ് ചെയ്തിട്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയുണ്ട്. പിന്നെ മാസം തികയാതെയുള്ള പ്രസവം നടക്കാം. പിന്നെ ആ കുട്ടികളെ നമ്മൾ ഇൻക്യുബേറ്റർ കെയറും പ്രത്യേകിച്ച് നവജാത ശിശുക്കളുടെ പ്രത്യേക സംരക്ഷണം കൊടുക്കുന്ന യൂണിറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലേ അവർ പ്രസവിക്കാൻ പാടുള്ളൂ. അപ്പം ഈ പോളിസിസ്റ്റിക് ഓവറി വരാനായിട്ട് നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്കൊന്ന് ലൈഫ് സ്റ്റൈൽ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. അത് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത് ലൈഫ് സ്റ്റൈൽ കൊണ്ടും വ്യായാമം കൊണ്ടും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ മരുന്നുകൊണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് ആർക്കും മാറുന്നില്ല അത്. കാരണം അതിനൊരു ജെനറ്റിക് ബേസിസ് ഉണ്ട്, ഒരു ജീൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ കൂടി പറയുന്നത്. അതുകൊണ്ട് എപ്പോഴായാലും നമുക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത്, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നില്ലല്ലോ, അതേപോലെ ഇത് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വ്യായാമമൊക്കെ കൊണ്ട്, ഫുഡ് നിയന്ത്രണം ഇതൊക്കെ കൊണ്ട് നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റും. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ചില പേഷ്യൻസ് നമ്മൾ ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ അവരുടെ പോളിസിസ്റ്റിക്കിന്റെ എണ്ണം കുറയുകയും അവർ തന്നെ ഓവുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവർ പിന്നെ കൺസീവ് ചെയ്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് രണ്ടാമതൊന്ന് വെയിറ്റ് വയ്ക്കുമ്പോൾ പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി വെയിറ്റ് റിഡക്ഷൻ ആണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്, നമ്പർ 1 ട്രീറ്റ്മെന്റ് എന്ന് തോന്നുന്നു.
ഇപ്പൊ ഡോക്ടർ ഈ ഇൻഫെർട്ടൈൽ പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞു, പോളിസിസ്റ്റിക് ഓവറിയും ഇൻഫെർട്ടിലിറ്റിയും റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം കഴിഞ്ഞ്, അതായത് കുട്ടികളൊക്കെ ആയി, ഫാമിലി കംപ്ലീറ്റഡ് ആയി, ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പല രീതിയിലാണ് വരുന്നത്. ചിലർക്ക് ബ്ലീഡിങ് ഇല്ലാതെ വരുന്നു, ചിലർക്ക് ചിലപ്പോൾ മാസത്തിൽ 2-3 പ്രാവശ്യം ബ്ലീഡിങ് ആയിട്ട് വരുന്നു, ചിലർക്ക് മെൻസസിന് തുടങ്ങുന്നതിന് മുമ്പേ ചില ബ്രൗൺ കളർ സ്പോട്ടിംഗ് ആയിട്ട് വന്ന് പിന്നീട് ബ്ലീഡിങ്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ചില സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാകുന്നതിന് തടസ്സമില്ല, അവർ നോർമലി പ്രഗ്നൻ്റ് ആകുന്നു, 1-2 കുട്ടികളായി പ്രസവം നിർത്തി കഴിഞ്ഞിട്ട് മെൻസസിൽ വരുന്ന ക്രമക്കേടുകളായിട്ട് നമ്മളെ സമീപിക്കുമ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അവരിൽ 1-2 മാസങ്ങളിൽ മുടങ്ങിയിട്ട് പിന്നെ അമിതമായ രക്തസ്രാവം എന്നും പറഞ്ഞ് വരുന്ന കേസുകളുണ്ട്. അവരെയും നമ്മൾ പരിശോധനകളിൽ കൂടി ചില കേസുകളിൽ അത് പോളിസിസ്റ്റിക് ഓവറിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴും അവരെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതായ അവസ്ഥകൾ, ഡയബറ്റീസ് ഉണ്ടാവുക, ഗർഭാശയ ക്യാൻസർ ഉണ്ടാവുക, ഇതിനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് അവരെയും നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം. അത് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്നാകാം, അതല്ലെങ്കിൽ ഹോർമോൺ കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യാം, പിന്നെ ഭക്ഷണം നിയന്ത്രിക്കുക, വ്യായാമം, ഇതെല്ലാം അവരിലും ബാധകമാണ്. പക്ഷെ എനിക്കൊന്ന് ഈ ഒരു പ്രായത്തിലുള്ളവരെ നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് കൊണ്ടാണോ എന്നും കൂടി അസസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, മറ്റു കാരണങ്ങളും ഗർഭാശയത്തിനുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതും കൂടെ ഉറപ്പാക്കണം. ഈ പ്രായക്കാർക്ക് ബാക്കിയുള്ള ഈ ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാക്കി സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന എന്തെങ്കിലും ഘടനയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ബ്ലീഡിങ് ഉണ്ടാക്കുന്ന മറ്റവസ്ഥകളുണ്ട്, ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴകള്, ഗർഭാശയ മുഴകള്, അതൊന്നുമില്ല. പക്ഷെ ഹോർമോണിന്റെ ബാലൻസ് ഒരു 40 വയസ്സിന് ശേഷം വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പം മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ബ്ലീഡിങ് അതല്ല എന്ന് ഉറപ്പാക്കണം. മറ്റ് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന മറ്റ് കണ്ടീഷനെല്ലാം തന്നെ ഇല്ലയെന്ന് ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി അഡ്വൈസ് ചെയ്യാറുണ്ടോ? 40 വയസ്സിന് ശേഷമുള്ള ആളുകൾ ആർത്തവ പ്രശ്നങ്ങളുമായിട്ട് വന്നാൽ എൻഡോമെട്രിയൽ ബയോപ്സി അഡ്വൈസബിൾ ആണ്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ PCOD ഹിസ്റ്ററി ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം അവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതലായിട്ട് ഏജും കൂടെ കണക്കാക്കുമ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞവരിൽ യൂട്രസിന്റെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഡോക്ടർ പറയുണ്ടായി പോളിസിസ്റ്റിക് ഓവറിക്ക് ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട്, അതായത് പാരമ്പര്യമായിട്ട് വരാനുള്ള. അപ്പം ഒരു കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സഹോദരിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്, രക്തബന്ധമുള്ള ആളുകളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എനിക്കൊന്ന് കൂടുതലായിട്ടും ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസും ഒക്കെ ശ്രദ്ധിക്കണം, ഭക്ഷണ നിയന്ത്രണം അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതേ കുട്ടികളുടെ, അതായത് അമ്മയ്ക്ക് പിന്നീട് ഒരു ആർത്തവ പ്രശ്നവുമായിട്ട്, അതായത് ഒരു ഏർലി 40s ആർത്തവ പ്രശ്നമായിട്ട് വരുമ്പം അമ്മയിൽ ഇത് പോളിസിസ്റ്റിക് ഓവറി സസ്പെക്ട് ചെയ്യുമോ അതോ ബാക്കി എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ വന്നതെന്ന് തീരുമാനിക്കുമോ? മറ്റു കാരണങ്ങൾ നോക്കിയിട്ട് പോളിസിസ്റ്റിക് ആണെന്ന് തീരുമാനിച്ചാൽ മതി. എപ്പോഴും പോളിസിസ്റ്റിക് ആവണമെന്നില്ലല്ലോ. അപ്പൊ അതൊരു അൾട്രാസൗണ്ട് ബേസിസിലാണോ അതോ ബയോപ്സി എടുക്കാനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ടോ ഇങ്ങനെയുള്ളവരിൽ? അൾട്രാസൗണ്ടാണ് ഇതിന്റെ മെയിൻ സ്റ്റേ ഓഫ് ഡയഗ്നോസിസ്. അൾട്രാസൗണ്ടും അതുപോലെ ബ്ലഡ് ടെസ്റ്റുകളും. എൻഡോമെട്രിയം ബയോപ്സി എടുക്കുന്നത് പ്രധാനമായിട്ട് ആർത്തവ ക്രമക്കേടുകളുമായിട്ട് വരുമ്പോൾ, പ്രായം 40 കഴിഞ്ഞവരാണെങ്കിൽ ഗർഭാശയ ക്യാൻസറിന് ചാൻസ് കൂടുതലാണെന്നുള്ളത് കണക്കിലെടുത്ത് ബയോപ്സി ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ളവരിൽ ബയോപ്സിക്ക് ശേഷം ഹോർമോണൽ വ്യതിയാനം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചികിത്സാ രീതിയായിരിക്കും 40 വയസ്സിന് മേലെയുള്ളവർക്ക് കൊടുക്കുന്നത്? ഒരു 3 മാസം വരെയൊക്കെ ഹോർമോൺ ചികിത്സ കൊടുത്ത് നോക്കാം. അതുകൊണ്ടും ശരിയാകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഹോർമോൺ വെച്ചിട്ടുള്ള ഗർഭാശയത്തിൽ വയ്ക്കുന്ന ഉപകരണങ്ങളുണ്ട്, മെറീന എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് ശ്രമിച്ചു നോക്കാം. പലരിലും അതുകൊണ്ട് നല്ല ഗുണം കിട്ടുന്നുണ്ട്. എല്ലാ മെത്തേഡും നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഗർഭാശയം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊന്നും ഗർഭാശയം നീക്കം ചെയ്യുക എന്നുള്ള ഒരു ഇത് ഇപ്പം വളരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം വേറെ ഒരുപാട് മെഡിസിൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള സർജറീസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭാശയം നീക്കം ചെയ്യുക എന്നുള്ളത് ഒരു അവസാന ഓപ്ഷനായിട്ട് മാത്രം വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ,
പിന്നെ ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണെന്ന് സാധാരണ ആളുകൾ പറയുന്ന അവസ്ഥ, ഇതെല്ലാം കൊണ്ട് കൊറോണറി ആർട്ടറിക്ക് ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ, ആൻജൈന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്ന അവസ്ഥ, ഇതിനെല്ലാം സാധ്യത കൂടുതലാണ്. അതെ, ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പൊ പുരുഷന്മാരെക്കാളും കൂടുതൽ പൊണ്ണത്തടി സ്ത്രീകൾക്കാണ്. അപ്പം 18% പുരുഷന്മാർക്ക് തടിയുണ്ടെങ്കിൽ 28% സ്ത്രീകൾക്ക് തടിയുണ്ട്. അപ്പം ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പണ്ട് പുരുഷന്റെ രോഗമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 45-50 വയസ്സിന് ശേഷം പുരുഷനും സ്ത്രീയും തുല്യ സാധ്യതയാണ് ഈ ഹൃദ്രോഗമൊക്കെ വരാനായിട്ട്. അതിലൊരു പങ്ക് തീർച്ചയായിട്ടും പോളിസിസ്റ്റിക് ഓവറിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം ഡോക്ടർക്ക് പ്രേക്ഷകരോട് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? അതായത് ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് എന്ത് ആയിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടത്? ഭാവിയിൽ അവർ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്രമമായ വ്യായാമം, ഭക്ഷണ നിയന്ത്രണം, കഴിയുന്നതും ഈ ഫാസ്റ്റ് ഫുഡ് മാതിരിയുള്ള അത് ഒഴിവാക്കുക. കൂടുതലും അവർ പച്ചക്കറിയും ഫിഷും ഒക്കെ കഴിക്കാം, പക്ഷേ മീറ്റ് ഉപയോഗിക്കുന്നത് കഴിയുന്നത്രയും കുറയ്ക്കുക. അതുപോലെ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം കഴിയുന്നത് നിയന്ത്രിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി എല്ലാം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു രോഗമായിരിക്കും. അപ്പോൾ എനിക്കൊന്നു 100% ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം ശരിയാക്കാവുന്ന ഒരു രോഗമാണ് ഈ പോളിസിസ്റ്റിക് ഓവറി. ഡോക്ടറിന്റെ കയ്യിൽ ചെറിയൊരു ഭാഗവും ബാക്കി പേഷ്യൻസിന്റെ കയ്യിൽ തന്നെയാണ് അതിന്റെ ചികിത്സയുള്ളത്. അപ്പം ഇത്രയും സമയം പോളിസിസ്റ്റിക് ഓവറിനെ പറ്റി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.